ഫയർമാൻ ഡ്രൈവർ, ഫയർ വിമൻ, സ്റ്റാഫ് നേഴ്സ് തുടങ്ങി 40ഓളം പുതിയ PSC വിജ്ഞാപനങ്ങൾ വരാൻ പോകുന്നു. PSCയുടെ കഴിഞ്ഞ ദിവസം നടന്ന കമ്മീഷൻ യോഗ തീരുമാനത്തിലാണ് പുതിയ വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിക്കാൻ തീരുമാനമായിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മുടെ ഈ മാസം നവംബർ ആദ്യം തന്നെ PSC ഡ്രൈവർ, പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, പോലീസ് കോൺസ്റ്റബിൾ വിമൻ, പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ തുടങ്ങിയ തസ്തികകളിലും വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഈ വരുന്ന ഡിസംബറിൽ ഈ നോട്ടിഫിക്കേഷൻ ഒക്കെ ഒന്നിച്ച് കയറി വരും. അപ്പോൾ തീർച്ചയായിട്ടും ഫോഴ്സിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർ, അതുപോലെ സ്റ്റാഫ് നേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ മികച്ചൊരു അവസരവുമായിട്ടാണ് ഡിസംബർ വരുന്നത്. ഓൾറെഡി നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റ് പോലുള്ള നോട്ടിഫിക്കേഷൻ ഡിഗ്രി വിഭാഗക്കാർക്ക് വരുന്നൊരു കാര്യം നമ്മൾ നേരത്തെ അറിയിച്ചിരുന്നു. PSC നേരത്തെ അറിയിച്ചു, നമ്മളെല്ലാവരും ഇത് വീഡിയോ ചെയ്തതാണ്. അതിന് കൂട്ടത്തിലാണ് ഇപ്പോൾ ഫയർമാൻ, ഫയർ വിമൻ, അതുപോലെ തന്നെ ഡ്രൈവർ തസ്തികകളിലേക്ക് ഈ ഒരു അവസരം കൂടി വരാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ പ്രധാനപ്പെട്ട 40ഓളം തസ്തികകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒപ്പം ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്, വരുന്ന യൂണിഫോം തസ്തികകളെ മുന്നിൽ കണ്ടുകൊണ്ട് എൻട്രിയ മുമ്പ് തന്നെ നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പോലീസ്, CPO, അതുപോലെ ഫയർമാൻ തസ്തികകളിലൊക്കെ തന്നെ പല ജില്ലകളിലും 1ാം റാങ്ക് എൻട്രിയുടെ യൂസേഴ്സിനായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു വീണ്ടും ഒരു വലിയ റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ കൂട്ടി തന്നെ ഒരു ഫൗണ്ടേഷൻ ബാച്ച് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോഴും യൂണിഫോം ബി ദ ഫോഴ്സ് എന്ന രീതിയിൽ ഇപ്പോഴും നമ്മുടെ യൂണിഫോം തസ്തികകളിൽ ഫയർമാനും അതുപോലെ തന്നെ CPOയും എല്ലാം ഉൾപ്പെടുന്ന കോഴ്സുകൾ നമ്മുടെ എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ സ്റ്റാഫ് നേഴ്സിന്റെ കോഴ്സ് ഉണ്ട്, ഡ്രൈവർ കോഴ്സ് ഉണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ 88 91 09 06 9999 നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നമുക്ക് നേരെ പോസ്റ്റുകളിലേക്ക് പോവാം. ആദ്യത്തെ കഴിഞ്ഞ നവംബർ 25 നടന്ന കമ്മീഷൻ യോഗ തീരുമാനത്തിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട തസ്തികകൾ ഏതൊക്കെയാണ്? സംസ്ഥാന തലത്തിൽ വന്നിരിക്കുന്നത് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലെ സീനിയർ മാനേജർ പോസ്റ്റും അതുപോലെ തന്നെ സീനിയർ മാനേജർ പോസ്റ്റ് 2 വന്നിട്ടുണ്ട്. ഒന്ന് ജനറൽ സൊസൈറ്റി കാറ്റഗറി, അതിലാണ് സീനിയർ മാർക്കറ്റിംഗിൽ സീനിയർ മാനേജറും അതുപോലെ പ്രൊജക്ട്സിൽ സീനിയർ മാനേജർ പോസ്റ്റിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത് വരുന്ന ഭൂജല വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ വരുന്നു. ഭാരതീയ ചികിത്സാ വകുപ്പിൽ മെഡിക്കൽ ഓഫീസർ ആയുർവേദമാണ്. അതുപോലെ ഭൂജല വകുപ്പിൽ ജൂനിയർ ജിയോ ഫിസിസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലാണ് സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് 2 വരുന്നു. അതുപോലെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഗ്രേഡും കൂടി അവിടെ ഗ്രേഡ് 2 കൂടി അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ പല യുവതി യുവാക്കൾ കാത്തിരുന്നതാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, ട്രെയിനിയും അതുപോലെ തന്നെ ഡ്രൈവറും വരുന്നുണ്ട്. ഫയർമാൻ ആയിട്ടപ്പം ഡ്രൈവറും അതുപോലെ തന്നെ ട്രെയിനിയും അവിടെ അവസരം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലെ ഫീൽഡ് അസിസ്റ്റന്റ് വരികയാണ്. ഇത് കൂടാതെ തന്നെ ജില്ലാ തലത്തിൽ വരുന്ന പ്രധാനപ്പെട്ട പോസ്റ്റുകൾ ഏതൊക്കെയാണ്? ഒന്ന്, വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ സംസ്കൃതമാണ്. അതുപോലെ തന്നെ ഹൈസ്കൂൾ ടീച്ചർ ഉറുദു വരുന്നുണ്ട്. അതുപോലെ ഹൈസ്കൂൾ ടീച്ചർ മലയാളവും, അത് തസ്തിക മാറ്റം വഴിയുള്ളതാണ് മലയാളം വരുന്നത്. പിന്നെ ഇതാണ് മലപ്പുറം ജില്ലയിലാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വരുന്നത് കേട്ടോ. കേരളത്തിൽ മൊത്തത്തിലല്ല വരുന്നത്. മലപ്പുറം ജില്ലയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ വിമൻ ഫയർ റെസ്ക്യൂ ഓഫീസർ ട്രെയിനി വരുന്നുണ്ട്. അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ മൃഗസംരക്ഷണ വകുപ്പിലെ ചിക് സെക്സർ എന്ന് പറയുന്ന ഒരു ഇത് വരുന്നുണ്ട്. അതുപോലെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ആയ എന്ന് പറയുന്ന പോസ്റ്റിലേക്കും നിലവിൽ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോവുകയാണ്. അപ്പൊ ഇപ്പൊ കഴിഞ്ഞ ദിവസം വിട്ട ഈ ഒരു യോഗ തീരുമാനം അല്ലാതെ ഈ മാസം തന്നെ ആദ്യം തന്നെ നമ്മൾ നവംബർ 11 തീയതിയിൽ PSC യോഗ തീരുമാനത്തിൽ ചില പോസ്റ്റുകൾ പുറത്തുവിട്ടിരുന്നു. അതിലൊന്ന് സംസ്ഥാന തലത്തിൽ വരുന്നത് ആരോഗ്യ വകുപ്പിൽ ജൂനിയർ സയന്റിഫിക് ഓഫീസർ വരുന്നുണ്ട്. കേരള വാട്ടർ അതോറിറ്റിയിലെ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ്, അതുപോലെ തന്നെ സബ് എഞ്ചിനീയർ തുടങ്ങിയിട്ടുള്ള പോസ്റ്റിലേക്ക് വരുന്നു. കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലെ ടെക്നിക്കൽ സൂപ്രണ്ട് പോസ്റ്റിലേക്ക് അവസരം വരികയാണ്. അതുപോലെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ ലബോറട്ടറി ടെക്നീഷ്യൻസ് ഗ്രേഡ് 2, കേരള പോലീസ് വകുപ്പിൽ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വുമൻ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ. ഓക്കെ, അപ്പൊ ഇതും നമ്മൾ ഡ്രൈവർ തസ്തികയാണ് പ്രധാനമായിട്ടും. അതുപോലെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലെ മാർക്കറ്റിംഗ് മാനേജർ എന്ന പോസ്റ്റിലേക്ക് അവസരം വരികയാണ്. ഇനി അതുപോലെ തന്നെ കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് ഫയർമാൻ ഒരു പോസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റിലേക്ക് അവസരം വന്നിട്ടുണ്ട്. കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡിന്റെ അസിസ്റ്റന്റ് മാനേജർ, സർക്കാർ ഉടമസ്ഥയിലുള്ള വിവിധ കമ്പനി ബോർഡ്, കോർപ്പറേഷൻ സൊസൈറ്റി, ലോക്കൽ അതോറിറ്റി സ്റ്റെനോഗ്രാഫർ, അതുപോലെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്കും പുതിയ വിജ്ഞാപനം വരാൻ പോവുകയാണ്. ഇനി ജില്ലാ തലത്തിൽ വരുന്നത് വയനാട് ജില്ലയിലെ ഹോമിയോപ്പതി വകുപ്പിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2, അതുപോലെ തന്നെ പൊതുമരാമത്ത് ഇലക്ട്രിക് വിംഗില് വകുപ്പിൽ ലൈൻമാൻ. ഇത്രയുമാണ് ഈ ഡിസംബറിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട തസ്തികകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ യൂണിഫോം തസ്തികകളെല്ലാം കൂടെ ഒരുമിച്ച് നമ്മുടെ അടുത്തേക്ക് വരികയാണ്. അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. എൻട്രി അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള സോഴ്സുകൾ ഉപയോഗിച്ച് നിങ്ങൾ പഠിക്കുക കേട്ടോ. നന്നായിട്ട് പഠിക്കുക, അവസരങ്ങൾ മുതലെടുക്കുക. സോ മുൻപത്തെ വീഴ്ചകൾ ഓർത്ത് തളർന്നിരിക്കാതെ ആവേശത്തോടെ പഠിക്കാൻ ശ്രമിക്കുക. അവസരങ്ങൾ വരുമ്പോൾ നമുക്കറിയാം ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. അതുകൊണ്ട് തന്നെ പഠനം നേരത്തെ തന്നെ തുടങ്ങണം. നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. നേരത്തെ പഠിച്ചു തുടങ്ങിയ ഒരു പാതി വഴി കിട്ടവർ വീണ്ടും അത് പോൾ ചെയ്ത് നന്നായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. PSCയുടെ മാറ്റത്തിനനുസരിച്ച് തന്നെ കൂടുതൽ ചോദ്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടും കിട്ടാവുന്നത്രത്തോളം സോഴ്സുകൾ നിങ്ങൾ പഠിച്ചുകൊണ്ടും മുന്നേറുക. നന്നായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. ആത്മവിശ്വാസത്തോടെ പോവുക. ഇത് വരുമ്പോഴാണ് പലർക്കും നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് ഒരു ആവേശം ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം പ്രയോജനപ്പെടുത്തുക. നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. നേരത്തെ പറഞ്ഞ പോലെ എൻട്രിയുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇല്ല എങ്കിൽ താഴെ ഒരു ഫോം ഉണ്ട്, ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്.
അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.